പണി ഒന്ന് ചെറുതായിട്ട് പാളിയിട്ടുണ്ട്. നല്ല ഹാൻഡിൽ ബാറിൽ ചെറുതിക്ക് ബെൻഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ അനിയൻ ഒന്ന് തള്ളിയിട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടപ്പോൾ തന്നെ വീണത്. പക്ഷേ ചെറിയൊരു വീഴ്ചയായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ കുറച്ചായിട്ട് ഓടിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു ഹാൻഡിൽ പൊങ്ങി ഒരു ഹാൻഡിൽ താന്നിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഓടിച്ചിട്ട് ഞാൻ അത് ഇപ്പോൾ അറിയാൻ പറ്റാത്തായി. അപ്പോൾ അതൊന്ന് അയച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ബെൻഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ സാധനം ഒന്ന് അയച്ചിട്ട് നോക്കിയാൽ മതി. പക്ഷേ അരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അല്ലാതെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ ഹാൻഡിലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഈ രണ്ട് സൈഡിലോട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഹാൻഡിലിന് അത്യാവശ്യം ഒരു ക്ലിയറൻസ് കാണും. ഈ ഹാൻഡിൽ ബാർ തട്ടരുത്. ഇപ്പോൾ ഇതിന് ഈ സൈഡ് ഇത്രയും ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ അത് തന്നെ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ അതിലേക്ക് ആക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു തോട്ടിൽ കേബിളിൻ്റെ ഈ ഒരു ഭാഗം എൻ്റെ കിറ്റി കയറി ഒരയുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം സ്ക്രാച്ച് ഉണ്ടെന്ന്. അപ്പോൾ ആദ്യം ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് നോക്കാം സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് പുതിയ ഹാൻഡിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുത്താൽ എടുക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ഇത് ഊരിയിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് മാറുന്നതെന്നും ഈ വീഡിയോ തന്നെ കാണിക്കുന്നത്. ഞാൻ ഇനി കാണിക്കാനും നിൽക്കുന്നില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാറുള്ളൂ. പിന്നെ ഈ പട്ടിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും അറിയില്ല. അപ്പോൾ ആദ്യം ഈ ഒരു മൊഡ്യൂൾ അയച്ചെടുക്കാൻ വേണ്ടി ആക്സിലേറ്ററിൻ്റെ ഇവിടെ സ്ക്രൂ ആയിരിക്കും വരുന്നത്. ഞാൻ ഇപ്പോൾ മാറ്റിയൊരു ബോൾട്ടാണ് ഇട്ടേക്കുന്നത്, അത് ഊരി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ രണ്ട് സ്ഥലമായിട്ട് ഇവിടെയും ഇത് താഴെയിട്ടൊരു സ്ക്രൂ വരും, അത് ഊരിയെടുത്താൽ ഇത് ഊരി എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഈ ബ്രേക്ക് ലിവർ ഊരിയെടുക്കാൻ വേണ്ടി ഇവിടെ ഈ രണ്ട് ബോൾട്ടുണ്ട്, അത് രണ്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ അപ്പർ പ്ലേറ്റ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ജസ്റ്റ് അല്ലെങ്കിൽ ബോൾട്ടാണ്, ഫോൺ ഹോൾഡർ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു റബ്ബർ ബുഷൊക്കെ കഴിഞ്ഞാൽ ഒരു അലങ്കിയുണ്ട്, അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ ഹാൻഡിൽ ബാർ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ സൈഡൊക്കെ മാറിയപ്പോൾ ഇവിടെ കുറച്ച് നീറ്റായി. ഇതിൻ്റെ ഗ്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അതോടെ മാറുമ്പോൾ ഇത് മാത്രം തുരുമ്പെടുത്തുന്ന വൃത്തിയുടെ. അതുകൊണ്ട് ഞാൻ അടിച്ചിട്ട് പെയിൻറ്റ് അടിച്ച് വെച്ചേക്കാണ്. അത് ഉണങ്ങുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇത് മാത്രമാണ് ഇത്തിരി ബോറായിട്ടുള്ളത്, അത് കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്തിട്ട് അത് പിന്നെ എപ്പോഴെങ്കിലും മാറാം. ഇപ്പോൾ എന്തായാലും മാറുന്നില്ല. അപ്പോൾ ഇത് അടിക്കുന്ന പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. എൻ്റെ കാലിബർ, ഫോൺ ഹോൾഡർ, ആക്സിലേറ്ററിൻ്റെ ഇത് കൺട്രോൾ മൊഡ്യൂൾസ് എല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് റബ്ബർ ബുഷുണ്ട്, ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു എല്ലാം കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് വേണം ഇതിൻ്റെ ബെൻഡ് ഉണ്ടോ ഇല്ലയെന്ന് കറക്റ്റ് നോക്കാം. എൻ്റെ ഒരു ഇതിൽ ചെറിയ രീതിക്ക് ബെൻഡ് കാണുന്നുണ്ട്. ഞാൻ അത് കറക്റ്റ് ഊരി ലെവലായിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പുതിയതായിട്ട് വല്ലതും വെച്ച് വെക്കില്ല എനിക്കത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ബോൾട്ടൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിലിൻ്റെ ഈ ഒരു സാധനം ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, ഊരി വരണം, അല്ലെങ്കിൽ ബോൾട്ട് ഒടിയാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. പണി ഇട്ടിട്ടുണ്ട്. ഇത് അടിക്കാൻ നേരത്തെ ഇതിൻ്റെ തലയിലേക്ക് റെസ്റ്റ് ഉണ്ട്, ഇളവി വരുന്നില്ല. കുറച്ചുകൂടെ പിടിച്ചെങ്കിൽ അല്ലെങ്കിൽ ബോൾട്ട് തന്നെ ഒടിഞ്ഞു പോയേനെ. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും WD-40 ഒക്കെ എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ എങ്ങനെയാണ് ഇരിക്കട്ടെ. പണി ഒന്ന് ചെറുതായിട്ട് പാളിയിട്ടുണ്ട്, നല്ലതിലേക്ക് തുരുമ്പുണ്ട്. ഞാൻ ഇതിലിട്ട് പിടിച്ചിട്ട് ഇളകുന്നില്ല, എൻ്റെ അല്ലെങ്കിൽ ത്രെഡും പോയി. ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചെടുത്ത് വച്ചിട്ട് വർക്ക്ഷോപ്പിലെല്ലാം കൊണ്ടുപോയിട്ട് ഇളക്കാം. നോർമലായിട്ട് ബോൾട്ടൊക്കെ ചെയ്താലൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ വെൽഡ് ചെയ്തൊക്കെ ആയിരിക്കും ഇളക്കുന്നത്. ഈ സാധനം വെൽഡ് ചെയ്തിട്ട് പോലും ഊരി വരുന്നില്ല. അപ്പോൾ ഇനി ലേറ്റ് കയറ്റിയിട്ട് ആ ഒരു അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ടോപ്പ് ബോർ ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് വേണം ഹാൻഡിൽ ഊരിയെടുക്കാൻ വേണ്ടി. സാധനം ഇപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്തപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബെൻഡ് എന്തുമാത്രം ഉണ്ടെന്ന്. അപ്പോൾ സാധനം എന്തായാലും ഊരിയെടുത്തത് നഷ്ടമായില്ല. ആ ബോൾട്ട് ഇപ്പോഴും അതിൽ പകുതി ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹാൻഡിലിൻ്റെ ബെൻഡിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.